അതുപോലെ തന്നെ ബഹുമാനായ MP ഈ അടുത്ത കാലത്തായിട്ട് രാജ്യസഭയിൽ പറയുകയുണ്ടായി, രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ യോഗ്യത വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസത്തെ പരിഗണിക്കുന്നില്ല, അതുപോലെ മത്സര പരീക്ഷകൾ നടത്തുന്നില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ് ജനാധിപത്യം? അദ്ദേഹം നല്ല അറിവുള്ളവനാണ്, ഡിഗ്രിയോ PhD ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കും. പക്ഷെ അദ്ദേഹം കൃത്യമായ രീതിയിൽ ജനാധിപത്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ജനാധിപത്യം? ജനാധിപത്യത്തിൻ്റെ അർത്ഥം തന്നെ തുല്യനീതി, തുല്യ സമത്വം. തുല്യ സമത്വം മാത്രമല്ല, തുല്യ അവസര സമത്വം എല്ലാവർക്കും ഉറപ്പുവരുത്തുക. ഇവിടെ PSC പരീക്ഷ നടത്താറുണ്ട്. PSC പരീക്ഷ നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ പറഞ്ഞ ഉദ്യോഗസ്ഥ വർഗത്തെ, ബ്യൂറോക്രാസിനെ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും പൂർണ്ണ ജനാധിപത്യ രീതിയല്ല. പൂർണ്ണ ജനാധിപത്യ രീതി നിലനിൽക്കുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും താഴ്ന്ന ജാതിയിലുള്ളവനും ഉയർന്ന ജാതിയിലുള്ളവനും നിറവർണ്ണ ലിംഗ വർഗ ജാതി മത വ്യത്യാസമില്ലാതെ ഈക്വലായിട്ട് അവസരം ഒരുക്കി കൊടുക്കുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യം ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ. അവിടെ വിദ്യാഭ്യാസം നോക്കുന്നില്ല, നിറം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, പണം നോക്കുന്നില്ല, സാമ്പത്തിക സ്ഥിരത നോക്കുന്നില്ല. ഇതൊന്നും നോക്കാതെ യഥാർത്ഥ ജനാധിപത്യം നടക്കുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ ബഹുമാന്യനായ MP അറിഞ്ഞിരിക്കണം. ബാക്കി എല്ലാ മേഖലകളിലും ജനാധിപത്യമല്ല നടക്കുന്നത്, മെറിറ്റ് അടിസ്ഥാനമാണ്. PSC എക്സാം എല്ലാവർക്കും എഴുതാം, പക്ഷേ എല്ലാവർക്കും എഴുതാൻ കഴിയുമോ? പറ്റത്തില്ല. അതിന് യോഗ്യത മാനദണ്ഡം വെച്ചിട്ടുണ്ട്, ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർക്ക്, 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർക്ക്, +2 തലം, പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി തലം. ഒരു സിവിൽ സർവീസ് പരീക്ഷ അത് UPSCയുടെ എന്ന് പറയാം, പോട്ടെ, നമ്മളെ സ്റ്റേറ്റ് നടത്തുന്ന PSCയുടെ ഒരു എക്സാമിന് തന്നെ എടുക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള തസ്തികകൾ ഡിഗ്രിയാണ് അതിന് മാനദണ്ഡം. ഒരു 10ാം ക്ലാസ്സുകാരന് അത് എഴുതാൻ ഒക്കത്തില്ല, ഒരു +2കാരന് അത് എഴുതാൻ ഒക്കത്തില്ല. അപ്പം PSC പൂർണ്ണ ജനാധിപത്യ പ്രക്രിയയിലൂടെ നടക്കുന്ന ഒരു പ്രവർത്തനമല്ല. മത്സര പരീക്ഷകളും പിന്നെ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ അതായത് ക്വാളിഫിക്കേഷൻ നോക്കുന്നതും ഒരിക്കലും അതൊരു പൂർണ്ണ ജനാധിപത്യമല്ല. അപ്പം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയുകയും ഇന്ത്യയിൽ ജനാധിപത്യം നടക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്തത് എവിടെ മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ട്? അത് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, മത്സര പരീക്ഷയിൽ ജയിക്കുന്നവനും പഠിത്തത്തിൽ മുന്നേറുന്നവനും നല്ലൊരു രാഷ്ട്രീയക്കാരനാവണമെന്നില്ല. അതിന് അനേകം മന്ത്രിമാരും MP-മാരും ഒക്കെ നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരെക്കാട്ടിലും 7ാം ക്ലാസ് പഠിച്ച മുഖ്യമന്ത്രിമാർ നല്ലപോലെ ഭരിച്ചിട്ടുള്ള നാടാണ് നമ്മളെ കേരളം, ഇന്ത്യ. അങ്ങനെയാണ്. താഴ്ന്ന വിദ്യാഭ്യാസമുള്ളവർ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ജനങ്ങളെ ഭരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പം എന്താണ് ജനാധിപത്യം എന്ന് ബഹുമാനപ്പെട്ട MP സാർ മനസ്സിലാക്കിയിരിക്കട്ടെ.